Okay, now we move to the next session, binary and decimal representation of integers. നമ്മൾ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം ബേസ് 10 വെച്ചുള്ള റെപ്രസെൻറ്റേഷൻ കേട്ടിട്ടുണ്ട്. ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബേസ് നമ്പർ 2 വെച്ചിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടുള്ളൂ കേട്ടോ. ഈ ബേസ് 10 വെച്ചുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ 10ൻ്റെയും 10ൻ്റെ പവേഴ്സും എത്രമാത്രം ഒരു സംഖ്യയിലുണ്ട് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ബുക്കിൽ പറഞ്ഞൊക്കെ നോക്കൂ, എന്താണ് 234. ഇതിൽ 2 10² ഉണ്ട്, 3 10⁻1 ഉണ്ട്, 4 10⁻0 ഉണ്ട്. ഓക്കെ, എത്ര 10ൻ്റെ പവേഴ്സുകൾ ഈ സംഖ്യയിലുണ്ട് എന്നാണ് അവർ നോക്കുന്നത്. അതാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ബേസ് 10 ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, എത്ര 10 ഇപ്പോൾ 234 നമുക്കറിയാം 200 + 30 + 4 ആണ് നമുക്കെന്ത് 234. 200 2 × 2 10² ഉണ്ട്, 10² രണ്ടെണ്ണമുണ്ട്, 3 10s ഉണ്ട്, 4 10⁻0 അല്ലെങ്കിൽ യൂണിറ്റ്സ് ഉണ്ട്. ഇതാണ് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 234. അതുപോലെ 23.45 എന്താ ഉദ്ദേശിക്കുന്നത് ഡെസിമൽ റെപ്രസെൻറ്റേഷനിൽ? എന്താ 23? 2 10s ഉണ്ട്, 2 × 10⁻1 + 3 1s ഉണ്ട്, 3 × 10⁻0 + 0.4. വാട്ട് ഇസ് 0.4? 4/10 അല്ലേ? സോ 1/10 4 അതായത് 4 10⁻1. മനസ്സിലാവുന്നുണ്ടോ? 0.4 എന്താ 4/10, അതായത് ദർ ആർ 4 times 1/10 വരുന്നുണ്ട്. അതായത് 4 × 10⁻1. അപ്പുറത്താവുമ്പോഴോ 5 × 10⁻2. ഇങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സൊക്കെ നമ്മൾ വിത്ത് റെസ്പെക്ട് 10 നമ്മൾ എന്ത് ചെയ്യണേ, എക്സ്പാൻഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഡെസിമലിന് വിളിക്കുന്നത് തന്നെ. ഓക്കെ, അതിനൊരു പോയിൻ്റ് ഉള്ളതുകൊണ്ടല്ല ഡെസിമൽ എന്ന് വിളിക്കുന്നത്. ഇത് ബേസ് 10 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെസിമൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ സാധാരണ ഉപയോഗിക്കുന്നത് ഏത് നമ്പർ സിസ്റ്റമാണ്? ബൈനറി നമ്പർ സിസ്റ്റമാണ്. അവിടുത്തെ ബേസ് നമ്പർ ഏതാ? 2 ആണ്. ഇവിടെ എങ്ങനെയാണോ നമ്മൾ 10 ഉപയോഗിച്ചത് അതുപോലെ എന്ത് ഉപയോഗിക്കണം? 2 ഉപയോഗിക്കണം. അതൊരു നമ്പർ തന്നാൽ ആ നമ്പറിൽ എത്ര 2ൻ്റെ പവേഴ്സ് ഉണ്ട്, ഇവിടെ നമ്മൾ എത്ര 10ൻ്റെ പവേഴ്സ് ഉണ്ട് 234 കണ്ടു. 2 10² ഉണ്ട്, 3 10s ഉണ്ട്, 4 10⁻0 ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എത്ര 2ൻ്റെ പവേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് ഏതൊരു നമ്പറും 2നേക്കാളും വലിയ ഏതൊരു നമ്പർ നമുക്ക് എന്താക്കി വയ്ക്കാൻ പറ്റും? നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുമെന്ന കാര്യം മനസ്സിലാക്കുക. അത് സാധിക്കുന്നത് താഴെ പറഞ്ഞ തീരത്തിൻ്റെ ഒരു ഉപയോഗം കൊണ്ടാണ്. തീരത്തിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. എന്താണ് ആ തീരം എന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരമാണ്. ലെറ്റ് ബി ബി എ പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ദെൻ എവറി പോസിറ്റീവ് ഇൻറ്റിജർ n can be expressed uniquely in the form n is equal to am b raised to m, am-1 b raised to m-1 plus etc plus a2 b square a1 b plus a0. ഏതൊരു നമ്പർ n എടുത്താലും നമുക്കതിനെ ഈ താഴെ പറയുന്ന ഫോമിൽ യുണീക്കായിട്ട് എഴുതാൻ പറ്റും എന്ന് പറയണം. അപ്പോൾ നമുക്ക് 2 കാര്യം പ്രൂവ് ചെയ്യാനുണ്ട്. ഒന്ന്, ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് കാണിക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ യുണീക്കാണെന്ന് നമുക്ക് കാണിക്കണം. ഇവിടെ a0ഉം a1ഉം a2ഉം am ഒക്കെ എന്താണ്? നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സാണ്. എല്ലാം ബിനേക്കാളും ചെറിയ നമ്പേഴ്സാണ്. ഏതൊരു നമ്പർ n എടുത്താലും വി ക്യാൻ റൈറ്റ് n ആസ് am b raised to m plus am-1 b raised to m-1 plus etc plus a1 b plus a0, where each ai are non-negative integers less than or equal to b and am is not equal to 0. am എന്താവില്ല? 0 ആവില്ല. and m is also positive. m is also greater than or equal to 0. So proof has 2 parts. First part is to show that n has a desired expansion. ഇങ്ങനത്തെ എക്സ്പാൻഷൻ എന്നിനുണ്ട് എന്നാണ് ആദ്യം കാണിക്കേണ്ടത്. ഓക്കെ, ബുദ്ധിമുട്ടുള്ളതല്ല, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ n ഒരു നമ്പറാണ്, b എന്ന നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ ഡിവൈസർ. b കൊണ്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ഡിവൈഡിങ് n by b, എന്നിനെ b കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് ഫോം കിട്ടും? n is equal to q1b plus a0 എന്ന് കിട്ടും അല്ലേ? where a0 is the remainder and q1 is the quotient. So n is equal to q1b plus a0 എന്ന് കിട്ടുമ്പോൾ a0 is less than b. a0 ബിനേക്കാളും ചെറുതാണ്. ഇനി ഈ ഒരു എക്സ്പാൻഷനിൽ q1 ബിനേക്കാളും വലുതാണെങ്കിൽ q1 എന്ന് പറഞ്ഞാൽ ഏതാ? n is equal to q1b എന്ന് പറയുന്ന ഈ q1 ബിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഇതേ പ്രോസസ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. Okay, so what is q1? Now you divide q1 with b. So you'll get q1 is equal to q2b plus a1, where 0 less than or equal to a1 less than or equal to b. Now b കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം എന്തിനെ? q1, because q1 is greater than b.
Q1 ബിനേക്കാൾ വലുതാണെങ്കിൽ കേട്ടോ. സോ ഇൻ ദാറ്റ് കേസ് വിൽ ഡിവൈഡ് Q1 വിത്ത് B ടു ഗെറ്റ് Q1 ഈസ് ഈക്വൽ ടു Q2B പ്ലസ് A1 നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്പ്രഷൻ Q1 കിട്ടിയിട്ടില്ല, ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ തൊട്ട് മുകളിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വിൽ ഗെറ്റ് N ഈസ് ഈക്വൽ ടു Q2B പ്ലസ് A1 ഇൻറ്റു B പ്ലസ് A0 എന്നാകും. എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു Q2B സ്ക്വയർ പ്ലസ് A1B പ്ലസ് A0 എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? Q2B സ്ക്വയർ പ്ലസ് A1B പ്ലസ് A0 നമുക്ക് മനസ്സിലാവും. ഇനി now if this Q2 is greater than B, if this Q2 is greater than B, we will again continue the process. Okay, നമ്മൾ എന്ത് ചെയ്യും? Q2 നമ്മൾ B വെച്ച് ഡിവൈഡ് ചെയ്യും. സോ ഇതിലേക്ക് Q2 is equal to Q3B പ്ലസ് A2 നമുക്ക് കിട്ടും അല്ലേ? Q2 is equal to Q3B പ്ലസ് A2 എന്ന് കിട്ടും. ആൻഡ് വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ Q2 ഇൻ ദിസ് എക്സ്പ്രഷൻ. ഏത് എക്സ്പ്രഷൻ? ഈ എക്സ്പ്രഷനിൽ Q2ന് പകരം Q3B പ്ലസ് A2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കേട്ടോ. സോ വിൽ ഗെറ്റ് Q3B ക്യൂബ്, വിൽ ഗെറ്റ് N is equal to Q3B ക്യൂബ് പ്ലസ് A2B സ്ക്വയർ പ്ലസ് A1B പ്ലസ് A0. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നോക്കൂ, Q1 ആണ് Q2 വലുത്, Q2 ആണ് Q3 വലുത്. ഇങ്ങനെ ചെറുതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 0 വലുതാണെല്ലാം, N ആണ് വലുത്. സോ ഉറപ്പായിട്ടും ഈ Q1 എന്ന് പറഞ്ഞ നമ്പറുകൾ ചെറുതായി പോയി അവസാനിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് നോക്കി പോകുമ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് മനസ്സിലാവും? ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. therefore we can have this expression N is equal to AM B raised to M plus AM minus 1 B raised to M minus etc plus A1B plus A0 എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്ന കാര്യം മനസ്സിലാവും. ഇനി നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ യുണീക്ക് ആണ് എന്നാണ് അടുത്ത് കാണിക്കേണ്ടത്. ഓക്കെ, സപ്പോസ് N ഹാസ് 2 റെപ്രസെൻറ്റേഷൻസ്. Nന് 2 റെപ്രസെൻറ്റേഷൻ ഉണ്ട് വിചാരിക്കുക. ഒന്ന് AM B raised to M പ്ലസ് എക്സെട്ര പ്ലസ് A1B പ്ലസ് A0 എന്നുള്ള റെപ്രസെൻറ്റേഷനും പിന്നെ CM B raised to M പ്ലസ് CNB പ്ലസ് C0 എന്നുള്ള എക്സ്പ്രഷനും ഉണ്ട്. 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്സ്പ്രഷൻസ് ആണ്. 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ AM-ഉം CM-ഉം എല്ലാം AI CI രണ്ടും എല്ലാം സെയിം ആണെങ്കിൽ ഇത് സെയിം ആവും. സോ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ AI-കളും ഏതെങ്കിലുമൊക്കെ CI-കളും എന്തായിരിക്കണം? ഡിഫറെൻ്റ് ആയിരിക്കണം. സോ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുക. എന്നിട്ട് LHSൽ കാണുന്ന ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് ഈ എക്സ്പ്രഷൻ സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് രണ്ടും N ആണ്. സോ രണ്ടും ഈക്വൽ ആണ്. സോ CM B raised to M എന്നുള്ള സംഭവം, ആ ഒരു ടേം, അവിടെ നിന്നുള്ള എല്ലാ ടേംസും AM B raised to M എന്നുള്ള ടേമുകളിൽ നിന്ന് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്ത് കളയാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് സംതിങ് ഓഫ് ദിസ് ഫോം അല്ലേ? വിൽ ഗെറ്റ് AM മൈനസ് CM, AM minus CM of B raised to M plus AM minus 1 minus CM minus 1 B raised to M minus 1 plus etc plus A0 minus C0. ഇങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് പോകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ സബ്ട്രാക്ട് the second representation from the first gives this form where DI is equal to, കണ്ടോ DM എന്താണ്? അപ്പോൾ AM minus CM ഇൻറ്റു നിങ്ങൾ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കറക്റ്റായിട്ടൊന്ന് എഴുതി വയ്ക്കുക, അതൊക്കെ മനസ്സിലാവും. DI is equal to AM minus CI for I equal to 0 to M. അപ്പോൾ D0 എന്താണ്? A0 മൈനസ് C0. D1 എന്താ? A1 മൈനസ് C1. അങ്ങനെ നമുക്കൊരു ഈ ഫോമിലുള്ളൊരു റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടും എന്ന് മനസ്സിലാവും. ഏത്? RHS LHS സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇത് രണ്ടും എന്താ പറയുന്നത്? AIസും, അതായത് എന്നിനുള്ള 2 റെപ്രസെൻറ്റേഷൻ ഈക്വൽ ഇല്ല എന്ന് പറഞ്ഞാൽ AIസുകളെല്ലാം AM CI എല്ലാം സെയിം ആയിക്കഴിഞ്ഞാൽ രണ്ടും സെയിം റെപ്രസെൻറ്റേഷനാവും. സോ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ കുറേ AIകൾ CIകളൊക്കെ എന്തുണ്ടാവും? ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ഉള്ള AIകളുടെയും CIകളുടെയും സഫിക്സുകളിൽ ഏറ്റവും ചെറിയ സഫിക്സ് K ആണെന്ന് വിചാരിക്കാനാണ് പറയണത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ C1ഉം C2ഉം C3ഉം ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ അതിൽ 1 കൺസിഡർ ചെയ്യുക. 1 ആണ് നമ്മൾ K ആക്കി എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ C1 C2 C3 C4 ഇങ്ങനെയുള്ള 4 അതുപോലെ തന്നെ A1 A2 A3 A4 ആണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെങ്കിൽ നമ്മളെന്ത് ഏറ്റവും ലീസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഏതാണോ അത്, അപ്പോൾ C1 അതാണ് ഏറ്റവും ചെറുതെങ്കിൽ എനിക്ക് അതിനെ എടുക്കാനാണ് പറയുന്നത്. സോ സിൻസ് ദീസ് 2 റെപ്രസെൻറ്റേഷൻസ് ഓഫ് N ആർ അസ്യൂം ടു ഡിഫറെൻറ്റ്, ഉറപ്പായിട്ടും അത് 2 ഡിഫറെൻ്റ് ആണെങ്കിൽ അത് ആ കറസ്പോണ്ടിങ്ങിൻ്റെ ഡിഫറൻസുകൾ എന്താവില്ല? 0 ആവില്ല. ഓക്കെ, സോ അങ്ങനെ DI നോട്ട് ഈക്വൽ ടു 0 വരും ഫോർ സം വാല്യൂ ഓഫ് I. ടേക്ക് K to be the small subscript of which DI equal to 0. DI 0 ആവാത്ത ഏറ്റവും ചെറിയ സബ്സ്ക്രിപ്റ്റ് എടുക്കുക, K ആയിട്ട് എടുക്കുക.
So dk is the smallest subscript k such that dk is not equal to 0. What is dk? ak minus ck. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് 0 is equal to, നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടി. ഓക്കെ, രണ്ട് സെയിം ആണ്, 0 കിട്ടി. പക്ഷേ എക്സ്പ്രഷൻ എന്താ? ഡി എം ബി റേസ് ടി എം പ്ലസ് എക്സെട്ര പ്ലസ് ഡി കെ പ്ലസ് 1 ബി റേസ് ടു കെ പ്ലസ് 1 പ്ലസ് ഡി കെ ബി കെ എന്ന് കിട്ടും അല്ലേ? ഡി കെ ബി കെ എന്ന് കിട്ടും. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? യു ഹാവ് ടു ഫൈൻഡ് എക്സ്പ്രഷൻ ഫോർ ഡി കെ. ഫ്രം ഹിയർ യു ഹാവ് ടു ഫൈൻഡ് എക്സ്പ്രഷൻ ഫോർ ഡി കെ. ഫൈൻ എക്സ്പ്രഷൻ ഫോർ ഡി കെ. സോ ഡി കെ ഇസ് ഈക്വൽ ഡി കെ ബി കെ നിർത്തുക, ബാക്കിയെല്ലാം അപ്പർ സൈഡിൽ കൊണ്ടുപോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1/bk കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതെല്ലാം കിട്ടും. ഓക്കെ ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ എക്സ്പ്രഷനിൽ നിന്ന് ഏത് എക്സ്പ്രഷൻ? ഫ്രം ദിസ് എക്സ്പ്രഷൻ ബി റേസ് ടു കെ പ്ലസ് 1 പുറത്തേക്ക് എടുക്കുക. ബി റേസ് ടു കെ പ്ലസ് 1 പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഈ ബി റേസ് ടു കെ ആയിട്ട് എന്ത് ചെയ്യുക? സോ ഈ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി റേസ് ടു കെ പുറത്തേക്ക് എടുക്കുന്നു. ഡി റേസ് ടു കെ പുറത്തേക്ക് ഡി അല്ല, സോറി, ബി റേസ് ടു കെ ആണ് കേട്ടോ. ഇവിടെ ബി റേസ് ടു കെ പ്ലസ് 1 ഉണ്ട്, ഇവിടെ ബി റേസ് ടു കെ ഉണ്ട്. ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഏറ്റവും കോമൺ, എല്ലാ ടേമിൽ കോമൺ എടുക്കാൻ പറ്റുന്ന പവർ എന്താ? ബി റേസ് ടു കെ പ്ലസ് 1 ആണ്. അത് പുറത്തേക്ക് എടുക്കുക എല്ലാത്തുനിന്നും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ താഴെ കാണുന്ന ഈ ബി റേസ് ടു കെ ആയിട്ട് കട്ട് ചെയ്ത് കളയുക. സോ യു ഗെറ്റ് മൈനസ് ബി ഓൺ ദ ന്യൂമറേറ്റർ. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു minus b into d raised to m minus k minus plus etc plus dk plus 1 കിട്ടും. Okay, so we have dk is equal to minus b into this term. Okay, that means ഇവിടെ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയാൽ dk ആണ്. That means this b should divide dk അല്ലേ? From that we can conclude that b should divide dk. Now what is dk? വാട്ടസ് എ കെക്ക് എന്തായിരുന്നു? 0ക്കും ബിക്കും ഇടയ്ക്കുള്ളതായിരുന്നു എ കെ. 0ക്കും ബിക്കും ഇടയ്ക്കാണ് സി കെ. എ കെ മൈനസ് സി കെ ആണ് ഡി കെ. സോ അഗെയിൻ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഉണ്ടോ? സോ വാട്ട് ഇസ് എ കെ മൈനസ് സി കെ? മൈനസ് ബിക്കും പ്ലസ് ബി ആണ് 0 ആക്കാലും ഇടയിലാണെങ്കിൽ ഉറപ്പായിട്ട് മൈനസ് ബിനും പ്ലസ് ബിനും ഇടയിലായിരിക്കുമല്ലോ. സോ മൈനസ് ബിക്കും പ്ലസ് ബിക്കും ഇടയ്ക്കാണ് ആര്? എ കെ മൈനസ് സി കെ കിടക്കുന്നുണ്ടാവുക. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 0നും ബിക്കും ഇടയിലാണ് എ കെ കിടക്കണത്, 0ക്കും ബിക്കും ഇടയ്ക്കിലാണ് സി കെ കിടക്കുന്നത്. സോ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് മൈനസ് ബിക്കും പ്ലസ് ബിക്കും ഇടയിലാണ് കിടക്കേണ്ടത്. അതായത് മോഡുലസ് ഓഫ് ഡി കെ. എ കെ മൈനസ് സി കെ എന്താണ്? ഡി കെ ആണ്. സോ മോഡ് ഓഫ് ഡി കെ എന്താണ്? ബിനേക്കാളും ചെറുതാണെന്ന് കിട്ടും. മോഡ് ഓഫ് ഡി കെ ബിനേക്കാളും ചെറുതാണ്, എന്നാൽ ബി ഡി കെനെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഡി കെയുടെ മോഡുലസ് ബിനേക്കാളും ചെറുതാണ്, എന്നാൽ ബി എന്ത് ചെയ്യണം? ബി ഷുഡ് ഡിവൈഡ് ഡി കെ. അത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ബി ഷുഡ് ബി നമ്പർ ദാറ്റ് ഷുഡ് ഡിവൈഡ് ഡി കെ. അപ്പോൾ ബി ഡി കെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം, ഡി കെ ബിനേക്കാളും ചെറുതാവുകയും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡി കെ ഹാസ് ടു ബി 0. വേറെ ഓപ്ഷൻസ് ഇല്ല. ഡി കെ 0 ആവില്ല, കാരണം നമ്മുടെ അസംഷൻ അനുസരിച്ച് ഡി കെ എന്താണ്? എ കെ മൈനസ് സി കെ ആണ്. എയും എ ഐയും സി ഐകളും ഡിഫറൻ്റ് ആയിട്ടുള്ള, സെയിം അല്ലാത്തതിൽ ഏറ്റവും ചെറുതാണെന്ത്? കെ എന്നുള്ള സഫിക്സ്. അപ്പോൾ എ കെ മൈനസ് സി കെ 0 അല്ലാത്തതുകൊണ്ട് ഡി കെ 0 ആവില്ല. പക്ഷേ ഡി കെ നമുക്ക് ഡി കെ 0 കിട്ടും. ഡി കെ 0 കിട്ടുമ്പോൾ അത് പ്രശ്നമാണ്, കാരണം ഡി കെ 0 ആവാൻ പാടില്ല. ബിക്കോസ് അതെന്താണ്? എ ഐയും സി ഐയും സെയിം ആവാത്തത്തോളം കാലം എ ഐ മൈനസ് സി ഐ എന്താ പറയുക 0 ആവില്ല. അങ്ങനെ 0 ആവാത്ത ഏറ്റവും ചെറിയ സഫിക്സ് എന്നാണ് പറഞ്ഞേക്കണം. സോ ഒരിക്കലും ഡി കെക്ക് എന്താകാൻ പറ്റില്ല? 0 ആവാൻ പറ്റില്ല. സോ ഈ കൺക്ലൂഷൻ നമുക്ക് എന്ത് മനസ്സിലാവും? എൻ്റെ റെപ്രസെൻറ്റേഷൻ യുണീക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ. സോ ബേസ് ബി റെപ്രസെൻറ്റേഷൻ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് വായിച്ചു വെക്കുക. ബി എന്നുള്ള നമ്പർ ബേസ് ആയിട്ട് ഒരു നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ ജനറൽ ഫോമാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് നോൺ ആസ് ബേസ് ബി എക്സ്പാൻഷൻ. ഓക്കെ, നൗ ഗോ ടു ദ പ്രോബ്ലം. ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ഡെസിമൽ സിസ്റ്റം ടു ബൈനറി സിസ്റ്റം. ഡെസിമൽ സിസ്റ്റത്തിൽ നമ്പറിനെ ബൈനറി ആക്കി മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് 105? അപ്പോൾ 105നെയാണ് നമുക്ക് ബൈനറിയിലേക്ക് മാറ്റേണ്ടത്. സോ ബൈനറി എന്ന് പറഞ്ഞാൽ ബേസ് 2 ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം, ബേസ് 2. ഓക്കെ, അപ്പോൾ 105 നമ്മൾ എന്ത് ചെയ്യണം? 2വിൻ്റെ ഏറ്റവും വലിയ പവർ 105ൻ്റെ താഴെ നിൽക്കുന്നത് ഏതാണെന്ന് നോക്കണം. 2വിൻ്റെ പവർ എടുത്ത് പോകാൻ നേരത്ത് ഏത് പവറാണ് 105ൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് എന്നാണ് ആദ്യം നോക്കേണ്ടത്. നോക്കി, 2 2 square 4, 2 cube 8, 2 raised to 4 16,
2 raised to 5 32, 2 raised to 6 64, 2 raised to 7 128. അപ്പോൾ 2 raised to 7 എന്ന് പറഞ്ഞാൽ 128, 2 raised to 6 എന്ന് പറഞ്ഞാൽ 64. നോക്കുമ്പോൾ മനസ്സിലാവും 64 ആണ് 105 താഴെയുള്ള നമ്പർ. ഓക്കെ, സോ 64 എടുത്തു. സോ ഇപ്പോൾ 64 ആയി. അപ്പോൾ ഒരു 2 raised to 6 നമ്മുടെ 105 നമുക്ക് മനസ്സിലായി. സോ വി ഹാവ് 1 2 raised to 6 പ്ലസ് ഇനി 64 കിട്ടി. എടുക്കുന്ന നമ്പർ 105 ആണ്. സോ 105 നിന്ന് 64 പോയാൽ ബാക്കി എത്രയുണ്ട്? വി ഹാവ് 41. ഈ 41 പോകുന്ന 2ൻ്റെ പവർ ഏതെന്ന് നോക്കണം. അപ്പോൾ 2 പിന്നെ 4 2 cube 8 2 raised to 4 32 അല്ല 2 raised to 4 16 2 raised to 5 32 കഴിഞ്ഞാൽ പിന്നെ 64ലേക്ക് അത് ഇതിനേക്കാൾ വലുതാണ്. സോ നമുക്ക് ഇവിടെ ഒരു 32 വരെ ആവാൻ പറ്റും അല്ലേ? ഓക്കെ, സോ അടുത്ത് നമുക്ക് അപ്പോൾ ഒരു 1 into 2 raised to 5 32 കൂടി ഉണ്ട്. അപ്പോൾ ഒരു 64 ആയി, ഒരു 32 ആയി എന്ന് പറഞ്ഞാൽ 96 വരെ ആയിട്ടാണ്. നമുക്ക് വേണ്ടത് 105 ആണ്. ഈ 9 കൂടെ ബാക്കിയുണ്ട്. 9ൽ 2ൻ്റെ ഏറ്റവും കൂടുതൽ പോകണതാ 1 into 2 cube ആയിരിക്കും അല്ലേ? 8 പിന്നെ ഒന്നല്ലേ ബാക്കിയുള്ളൂ. സോ പ്ലസ് എന്ത് നമുക്ക് എന്ത് എഴുതാം? 1 എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു കണ്ടോ. 1 into 2 raised to 6 പ്ലസ് 1 into 2 raised to 5 പ്ലസ് 1 into 2 cube പ്ലസ് 1. ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 2 raised to 6 പ്ലസ് 2 raised to 5 പ്ലസ് 2 cube പ്ലസ് 1 എഴുതി. ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് 1 into 2 raised to 6 പ്ലസ് 1 into 2 raised to 5 പ്ലസ് ഇത് നമ്മൾ എഴുതുമ്പോൾ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ പവറുകൾ 2ൻ്റെ പവറൊക്കെ ഒരു ഓർഡറിൽ എഴുതണം. അപ്പോൾ നോക്കിയേ 2 raised to 6 ഒരെണ്ണം കേട്ടോ. സി ഹിയർ 2 raised to 5 6 കഴിഞ്ഞ പിന്നെ 5നെ പറ്റി എഴുതണം ഒരെണ്ണം. 2 raised to 4 ഇതിലില്ല. അപ്പോൾ 0 into ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കണം കേട്ടോ. 2 cube ഒരെണ്ണം ഉണ്ട്. 2 square ഒന്നുമില്ല. 2 ഇല്ല. പിന്നെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബൈനറി എക്സ്പാൻഷൻ വരിക? ഉണ്ടോ 105 to base 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക നോക്കൂ. ഉണ്ടോ 1 2 raised to 6 ഈ 1 കാണിക്കുന്നത് 2 raised to 6 ആണോ. 1 2 raised to 6 1 2 raised to 5 0 2 raised to 4 1 2 cube 0 2 square 0 2 and 1. ഇങ്ങനെയാണ് നമ്മുടെ ബൈനറി കോഡ് എഴുതുക. മനസ്സിലാക്കാമെന്ന് ചോദിക്കുന്നു. ഏത് നമ്പറാണ് തന്നെ അതിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന തൊട്ട് താഴെ ഏറ്റവും അടുത്തും തൊട്ട് താഴെ നിൽക്കുന്ന 2ൻ്റെ പവർ നോക്കണം. അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നമ്പറിൽ നിന്ന് ഈ പവർ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ 64 105 കുറച്ചപ്പോൾ 41 കിട്ടിയ പോലെ. എന്നിട്ട് 41ൽ 2ൻ്റെ ഏറ്റവും വലിയ പവർ പോകണമെന്ന് നോക്കുമ്പോൾ 32 വരെ പോയി കിട്ടി. 32 പിന്നെ 9 ഉള്ളൂ. അപ്പോൾ 41 32 പറഞ്ഞപ്പോൾ 9 ആയി. 9ൽ പോകുന്ന 2ൻ്റെ ഏറ്റവും വലിയ പവർ നോക്കി 2 cube 8 കിട്ടി. അപ്പോൾ 8 പ്ലസ് 1 ആണ് വേണ്ടത്. സോ പ്ലസ് 1 1 നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ 1 2 എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പവറുകൾ എഴുതാൻ നേരം നമ്മൾ എന്ത് ചെയ്യും? എല്ലാ നമ്പർ എഴുതുന്നു മാത്രം. സോ 1 2 raised ഒരു 2 raised to 6 ഉണ്ട്, ഒരു 2 raised to 5 ഉണ്ട്, 2 raised to 4 ഒന്നുമില്ല, 2 cube ഒരെണ്ണം ഉണ്ട്, 2 square ഇല്ല, 2 ഇല്ല, പിന്നെ 1 ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണോ അതാണ് പറക്കി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ബൈനറി എക്സ്പാൻഷൻ കിട്ടും. ഓക്കെ, ഇതുപോലെ 574 നോക്കാം. ഇതുപോലെ നോക്കൂ, എന്താണ് നമ്മുടെ ബൈനറി സിസ്റ്റം ഡെസിമലാക്കാൻ എളുപ്പമാണ്. ഈ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താമെന്ന് വെച്ചാൽ ഇവിടെ എഴുതി പോയാൽ മതി. എത്ര എണ്ണി നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം 1ൻ്റെ പിന്നെ 2ൻ്റെ ആദ്യത്തെ 1 കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് 1 കാണുന്നത് ഇവിടെ നിന്ന് കാണുന്നത് ആദ്യം 1ൻ്റെ പിന്നെ 2ൻ്റെ പിന്നെ 2 square അങ്ങനെ വരുന്നത്. അപ്പോൾ ഉണ്ടോ 1 പ്ലസ് 1 into 2 പ്ലസ് 1 into 2 square പ്ലസ് 1 into 2 cube പ്ലസ് 0 into 2 raised to 4 പ്ലസ് 0 into 2 raised to 5 പ്ലസ് 1 into 2 raised to 6 ഇതൊക്കെ കൂടി കൂട്ടുക. അപ്പോൾ ഒന്ന് കിട്ടും 2 raised to 6 പ്ലസ് 2 cube പ്ലസ് 2 square പ്ലസ് 2 പ്ലസ് 1 കിട്ടി. എല്ലാം കൂടി എഴുതുമ്പോൾ 79 കിട്ടും. ഇതുപോലെ ഈ ഒരു താഴെ കാണുന്ന സെക്ഷൻ ബി കൂടി ഒന്ന് നോക്കാം. എന്താ സെക്ഷൻ ബി പറയണേ? ഈ നമ്പറിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ എന്ത് വരുന്നു കണ്ടോ? 0. അപ്പോൾ യൂണിറ്റ്സ് ഒന്നുമില്ല, 2s ഒന്നുമില്ല. 0 പ്ലസ് 0 into 2 പിന്നെ 1 into 2 square 1 into 2 cube 0 into 2 raised to 4 0 into 2 raised to 5 0 into 2 raised to 6 1 into 2 raised to 7 1 into 2 raised to 8 and 1 into 2 raised to 9 എല്ലാം കൂടെ എഴുതുക, കൂട്ടുക, you will get the answer. That's it. Okay, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ട് ദ റിമൈൻഡർ when 3:247 is divided by 25. ഇങ്ങനെയുള്ള പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഓക്കെ, ഇവർ പവറിനെ 3യുടെ പവർ എടുത്തിട്ട് അതിനെ ബൈനോമിയൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവന്ന് പിന്നെ അതിൽ ഓരോ എളുപ്പ വഴി കൂടെ
ഓക്കെ, നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് ഗോ ത്രൂ ഇത്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം കേട്ടോ. പ്രോബ്ലം മേക്ക് സെൻസ് ഡൺ. ഇതുപോലെ തന്നെ പ്രോബ്ലം 9 ഒട്ടും ബുദ്ധിമുട്ടില്ല, ചെയ്യാവുന്നതേ ഉള്ളൂ. യു ഷുഡ് ഡു ഇറ്റ്. എല്ലാം ചെയ്ത് നോക്കേണ്ട കാര്യം നിർബന്ധമായിട്ടും ഉണ്ട്. ഓക്കെ.